ഇത് കണ്ടോ, ഇത് കണവ കൂന്തളം എന്നൊക്കെ പറയുന്ന മീനാണ്. നമുക്ക് ഇത് കൊണ്ടൊരു റെസിപ്പി ചെയ്യാം. തോരനാണ് ഉണ്ടാക്കുന്നത്. ഇതിനെ നമുക്ക് വെട്ടി കഴുകിയെല്ലാം വൃത്തിയാക്കി കൊണ്ടുവരാം. കണവ വെട്ടി കഴുകി വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ഒരു കുക്കറിലോട്ട് മാറ്റി കൊടുക്കാം. അതുകൊണ്ട് ഒരല്പം ഉപ്പും കൂടെ ഇട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു 10 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. കണവ റെഡിയാക്കുന്നതിന് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരു വറ്റൽമുളക്, രണ്ട് കറിവേപ്പില, കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് ചതച്ചത് അതുകൂടെ ഇട്ട് കൊടുക്കും. അല്പം ഒന്ന് വഴറ്റി കൊടുത്തിട്ട് കുറച്ച് ചെറിയ ഉള്ളി അതുകൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം അല്പം ഒന്ന് വഴണ്ട് വരട്ടെ. ഉള്ളിയെല്ലാം നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി വേവിച്ച് വെച്ചേക്കുന്ന കണവ അഥവാ കൂന്തൽ ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഇത് വെന്തിട്ടുണ്ട്. എന്നാൽ ഈ ഉള്ളിയുടെ കൂടെ ഒന്ന് മിക്സായി ഒരല്പം കൂടെ ഒന്ന് വേവട്ടെ. നമുക്ക് അടച്ചു വയ്ക്കാം. കണവയും ആ ഉള്ളിയുമായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർക്കാം. ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് നമുക്കൊരു അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് 1 മുറി തേങ്ങ, കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, എരിവുള്ള മുളക് പൊടി ആവശ്യത്തിന് ചേർത്തോളൂ, കറിവേപ്പില, മഞ്ഞൾപ്പൊടി ഇവയെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. നല്ല മണമെല്ലാം വരുന്നുണ്ട്. കൊതി ഉറുന്ന മണം, മസാല കൂട്ടിൻ്റെ എല്ലാം മണം വരുന്നു. നല്ല ടേസ്റ്റുമാണിത്. ഫ്ലെയിം അല്പം ലോയിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ചിക്കി ചൂടാക്കി എടുക്കാൻ. ഇതാ കണ്ടോ, നല്ലതായി വന്നിട്ടുണ്ട് തോരൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.